ഞങ്ങളങ്ങനെ NSSന്റെ നേച്ചർ ക്യാമ്പിന് പോവാണ്. Hi guys, my name is Adarsh. I am a third year MBBS student at Government Medical College, Kollam. ഞങ്ങളങ്ങനെ NSSന്റെ നേച്ചർ ക്യാമ്പിന് പോവാണ്. ഞങ്ങളാണെങ്കിൽ വാഴച്ചാലിലാണ് ക്യാമ്പിന് പോകുന്നത്. അങ്ങനെ കൊല്ലത്തുനിന്ന് ഒരു 6-7 മണിക്കൂറിന്റെ ട്രാവലിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തി. ഇപ്പൊ സമയം ഏകദേശം രാവിലെ 3 മണിയായിട്ടുണ്ട്. അപ്പൊ രാവിലെ ആവുന്നത് വരെ ഞങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ ഏരിയ വൈസ് ഭയങ്കര വലുതാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നിന്ന് ഇനി തൃശ്ശൂർ നഴ്സിംഗ് കോളേജിലേക്കാണ് പോകുന്നത്. ഇവിടത്തെ NSSലെ സ്റ്റുഡൻസിന്റെ ഒപ്പം ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ഉണ്ടായിരുന്നു. തൃശ്ശൂർ ആയതുകൊണ്ട് നമ്മൾ കുഹാസും കൂടെ കണ്ടു. അവിടെ നിന്ന് നമ്മൾ പോയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മൈൻഡ് ആൻഡ് ബ്രെയിനിലേക്കായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭയങ്കര കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതേപോലെ തന്നെ ഇതിന്റെ കൺസ്ട്രക്ഷനും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ രാവിലത്തെ ഫുഡ് ഇവിടെ വെച്ചിട്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഇവിടെ ഇനി നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ട്. ആദ്യം ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇവിടുത്തെ പേഷ്യൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം നമുക്കൊരു ഗ്രൂപ്പ് വർക്ക് ആയിട്ട് തന്നു. അത് വേറെ ഒന്നും ആയിരുന്നില്ല. നിങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രീറ്റ്മെന്റിലിരിക്കുന്ന അസുഖം ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് നിങ്ങൾ ഒരു സൈക്കാട്രി പേഷ്യന്റിന് നിങ്ങൾ ആ വീട് വാടകയ്ക്ക് കൊടുക്കുമെന്നായിരുന്ന ക്വസ്റ്റ്യൻ. ഓരോ ഗ്രൂപ്പും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ ഒരു ഡിസ്കഷനിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പറ്റി. പിന്നെ തൃശ്ശൂർ വന്നിട്ട് നമ്മൾ ഇവിടെ പോവാതിരിക്കുമോ? വെയിലാണെങ്കിലും നമ്മളെല്ലാവരും ഇവിടെ ഇറങ്ങി കുറെ ഫോട്ടോസ് എടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റലിലേക്കായിരുന്നു. അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. സത്യം പറഞ്ഞാൽ നാളെ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. മഴ കാരണം മാച്ച് മാറ്റി വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇന്നലെ മഴയായതുകൊണ്ട് ഞങ്ങൾ കരുതി ഇന്ന് മഴയായിരിക്കും കരുതി. അപ്പോൾ നാളെ മാച്ച് ഉണ്ടാവത്തില്ലെന്നാ കരുതിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു നാളെ മാച്ച് ഉണ്ടെന്ന്. എനിക്കാണെങ്കിൽ നാളെ അലോകയുടെ IMA മെഡ് കാർണിവൽ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ക്രിക്കറ്റിന് പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇന്ന് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ ഇനിയാണ് വാഴച്ചാലിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയാണെങ്കിൽ ഫുള്ള് കാടും മലയൊക്കെ തന്നെയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇത് കണ്ടത്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. പുറത്താണെങ്കിൽ കുറച്ച് മഴയുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വിഷയമല്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ മുന്നേ വന്നിട്ടുള്ളതാണ്. പക്ഷെ നമ്മളെ ഫ്രണ്ട്സിന്റെ ഒപ്പം വരുമ്പോൾ അതിന്റെ ഫീൽ എന്ന് പറയുന്നത് അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഫ്രണ്ട്സിന്റെ ഒപ്പം ചെലവഴിക്കുന്ന ഇത്തരം നല്ല ഓർമ്മകളായിരിക്കും നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും വാല്യുബിൾ മെമ്മറീസ് ആയിട്ട് മാറുക. ഇപ്പൊ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. ചെറിയ രീതിക്കാണെങ്കിൽ മഴയും ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ്. ഏകദേശം നമ്മൾ വാഴച്ചാൽ എത്താറായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ചുറ്റിനും നോക്കുമ്പോൾ കാട് മാത്രമാണ് കാണുന്നത്. അത് മാത്രമല്ല ഇവിടെയാണെങ്കിലും മൊബൈലിനൊട്ടും റേഞ്ച് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളാരും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അതൊക്കെ തന്നെയായിരുന്നു ഈ ക്യാമ്പിന്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങി. സമയം പോയത് അറിഞ്ഞില്ല, പെട്ടെന്ന് തന്നെ ഇരുട്ടായി. ചെറിയ രീതിക്ക് മഴ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ക്യാമ്പ് ഫയർ നടത്താൻ പറ്റിയില്ല. പിന്നെ ക്യാമ്പ് ആകുമ്പോൾ ആ പാട്ട് പാടുന്നത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പാട്ട് പാടാൻ അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും പാട്ട് പാടി. ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇവരൊക്കെ ഇത്ര നന്നായിട്ട് പാട്ട് പാടുന്നത് മനസ്സിലായത്. ഇത് മനോരാകേഷ് സാറാണ് നമ്മുടെ NSSന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. NSSന് വേണ്ടി നമ്മുടെ കോളേജിൽ കുറെ കാര്യങ്ങൾ സാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫോർ.